ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാനിപ്പോൾ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോഴും ഒരു ഐക്കൺ ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗം എനിക്ക് പരിചയപ്പെടുത്തണമെങ്കിലൊക്കെ എനിക്ക് ഈ ഒരു ഐക്കൺ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടോ കാണിച്ചു കൊടുത്താൽ മതി. കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും. ഈ ഒരു ഐക്കൺ എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും? പല മൊബൈലിലും പല ലൊക്കേഷനിലാണ്, പല പേരിലാണ് ഈ ഒരു ഐക്കൺ കിടക്കുന്നത്. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ എനേബിൾ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇതെങ്ങനെ എനേബിൾ ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. മൊബൈലിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്തു. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. എൻ്റെ മൊബൈലിൽ താഴെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് ഈ ഒരു ഓപ്ഷൻ കിടക്കുന്നത്. അതായത് ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ഐക്കൺ കിടക്കുന്നത് അതിൻ്റെ അകത്താണ്. പക്ഷേ നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ എബൌട്ട് ഫോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാം സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കേണൽ വേർഷൻ എന്നും ബിൽഡ് നമ്പർ എന്നും ഓപ്ഷനുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ കേണൽ വേർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബിൽഡ് നമ്പർ ആയിരിക്കും. അത് ഏതുമാകട്ടെ, അതിൽ നിങ്ങൾ 7 പ്രാവശ്യം തുടരെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ബിൽഡ് നമ്പർ എന്ന ഭാഗത്ത് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഓൾറെഡി എനേബിൾ ആയതുകൊണ്ട് ഇവിടെ എനേബിൾ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പുതുതായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അങ്ങനെ എനേബിൾ ആയിട്ടും നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഇവിടെ സെർച്ച് ബാറുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെർച്ച് ബാറുണ്ട്. ഈ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഡെവലപ്പർ ഓപ്ഷൻ. ഇതുപോലെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഇത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് താഴേക്ക് വരേണ്ടി വരും. കാരണം ഈ ഒരു ഓപ്ഷൻ ഏറ്റവും താഴെയല്ല, അതിന് കുറച്ച് മുകളിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇൻപുട്ട് എന്ന ഒരു ഓപ്ഷനിൽ, ഇവിടെ ഷോ ടാബ്സ് എന്ന ഭാഗം ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് എനേബിൾ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഐക്കൺ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ തൊടുമ്പോഴൊക്കെ ആ ഒരു ഐക്കൺ ഉണ്ട്. ഞാനതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ എവിടെ തൊട്ട് കഴിഞ്ഞാലും ആ ഐക്കൺ കാണുന്നില്ല. ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ തൊട്ട് കഴിഞ്ഞാലും ആ ഒരു ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ ഷോ ടച്ച് എന്നായിരിക്കും, അല്ലെങ്കിൽ എനേബിൾ ടച്ച് എന്നായിരിക്കും പല മൊബൈലിലും ഉണ്ടാകുക. ഈ ഒരു സാംസങ്ങിൻ മൊബൈലിൽ, എൻ്റെ മൊബൈലിൽ ഷോ ടാബ്സ് എന്ന ഓപ്ഷനിലാണ് ഉള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.